അപ്പം ഈ എന്താണ് വേറൊരു സാധനം ഇതുപോലെ ആരില് ആരില് ആ ആ പുറത്ത് മുള്ളിലെ സാധനം ആ അതും നല്ല ടേസ്റ്റാണ്. ഇതാണ് അത് മറ്റേ മരുന്ന് ഇത് തന്നെയാണ്. ഇത് ചീറ്റും ചെയ്യൂല്ലേ ഇത് മറ്റേ ചീറ്റും. ചീറ്റും ഈ മീൻ ചീറ്റും. ചീറ്റും പാമ്പാന്ന് വിചാരിക്കാം നമ്മള്. ഊത്ത് എന്ന് പറഞ്ഞാൽ ഊതും. ആ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ പൊളിക്കുന്നത്, അല്ലെങ്കിൽ അല്ലല്ല, ഇത് ഈ കോട്ടൻ തുണി ഉണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് കറക്റ്റായിട്ട് പോരും. ആ തൊലി വേണേ വറുത്തെടുക്കാം അല്ലേ ഈ ശരിക്കും. തൊലിയാണ് ഈ ശ്വാസമുട്ടലിന് പറ്റുക. ആ ഇത് കുറേ ആൾക്കാർ ചോദിച്ചതിനോട് ഉം. അപ്പോൾ ഈ മീൻ പിടിക്കാൻ പോകണമെങ്കിൽ നാട്ടിൽ അല്ല, താൻ പോകുമ്പോൾ എപ്പോഴും ഈ സാധനത്തിന് കിട്ടുമല്ലോ, ഈ അതെന്താ? സാധനത്തിന് വണ്ടി പോകണം രാത്രി. അതായത് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാനുണ്ടോ അതിനകത്ത് ഇതിനെ കിട്ടണമെങ്കിൽ? അതൊക്കെ ഒന്നും പറഞ്ഞു തരാൻ പറ്റില്ല. നിങ്ങൾ പോയിക്കഴിഞ്ഞത് അല്ല, അറിയാൻ വേണ്ടിയുള്ള ഒരു ആകാംക്ഷയാണ് അതൊക്കെ. ഇതൊക്കെ നമ്മൾ ഓരോ ഓരോ കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ ചെയ്ത് വെക്കണം. ഈ ഒരു അവിടെ കയറെന്തിട്ടുണ്ടെങ്കിൽ കയറില്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്തരം ബുദ്ധിമുട്ടിച്ചത്. കയറുണ്ടെങ്കിൽ ഞാൻ എപ്പോഴോ കെട്ടിയിട്ട് തൂക്കിയാനെ. തൂക്കിയാൽ മതി, കെട്ടി തൂക്കിയതേ. ആ, എന്നാൽ പിന്നെ ഒറ്റ വലി വലിച്ചാൽ മതിയായിരുന്നു. ഒറ്റ വലി. യെസ്, ഇത്ര പ്രശ്നം സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഓക്കെ, കണ്ടോ? ഇത്ര ഇത് കഴുകേണ്ട അല്ല, ആവശ്യം. നമുക്ക് ആ തൊലി നമുക്ക് വേണേ ഒന്ന് തൊലി വേണം, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതിട്ടോ. അല്ല, ഇത് ഫ്രൈ ചെയ്ത എങ്ങനെയാ? അത് എനിക്കറിയില്ല. അത് ഫ്രൈ ചെയ്യണോ അതോ ഉണക്കി വെച്ചിട്ട് ഉണക്കണത്, വെയിലത്ത് വെച്ചിട്ട് ഉണക്കണത്. അതാ ഇത് കണ്ടില്ലേ പോരുന്ന്. ഇപ്പം നല്ല ഒരു സർപ്പം പോലെ, സർപ്പമല്ല എന്നാ പറഞ്ഞ പെരുമ്പാമ്പ്. ഒക്കെ നല്ലതായിട്ട് കൊടുക്കായിരുന്നു ശരിക്കും. എന്താ പറയുക, നല്ല കാര്യം അത്. കാര്യം അതിൻ്റെ വലിയ ഗുണമാണത്, ആയുർവേദത്തിൽ ഉള്ള സാധനം. ഇതൊക്കെ ഫുള്ള് കഴിക്കണത്. ഇതൊക്കെ എന്തെല്ലാം ആയുസ് നീട്ടം കിട്ടും ഈ മീനൊക്കെ തിന്നിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് ഇത് തോട്ടൊന്നും ഒരിക്കലും ഇതൊന്നും പിടിച്ചാൽ കിട്ടില്ല. അത് പുഴയെന്നോ ഒരു ആറൊന്നും ഇത് കിട്ടില്ല. അയ്യോ, തൻ്റെ ബുദ്ധിമുട്ട് ഞാൻ അങ്ങനെ ആലോചിക്കുക. ഇതിനൊക്കെ ഒന്ന് ഊരി എടുക്കണമെന്നുള്ള ബുദ്ധിമുട്ട്. ഇങ്ങനെ ഇപ്പൊ ഇത് കിട്ടാത്തോണ്ടല്ല പ്രശ്നം, അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ പോരും. അത് കെട്ടിയിട്ടാൽ മതി, ഒറ്റയടിക്ക് പോരും. കണ്ട അതിന്റെ തൊലിന്റെ കട്ടില് എന്താണ് ടെമ്പറല്ലേ. കോട്ടന്റെ കഷ്ണത്തുണ്ട് ഒറ്റ വലിയ. ഇത് തരാം, ടിഷ്യൂ തരാം. പോന്നു എന്നാലും. അയ്യോ, കണ്ട കിടക്കുന്ന കണ്ട അത് അമ്മയ്ക്കൊന്നുമല്ല, ലോകം കാണട്ടെ ഇതൊക്കെ എന്താന്നുള്ളത്. ഇനി ഇതിനെ പിടിച്ചാൽ ഇനി കേസുണ്ടോ അതറിയത്തില്ല. ഇനി അടുത്ത കേസ് ഞങ്ങൾ എത്തിക്കോളാം. അത് കീറുള്ളൂ, ഞങ്ങൾ എത്തിക്കോളാം. ഇനി ആ കേസുണ്ടെങ്കിൽ ഒന്നും തൊടാൻ പാടില്ല, ഇനി മീൻ പിടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ അത് തന്നെ. അങ്ങനത്തെ സംഭവം ഉണ്ട്. വെള്ളത്തിന്റെ എന്താണ്, കിണറ്റിലെ വെള്ളം കുടിക്കണമെങ്കിൽ അതിന് കണക്ക് കൊടുക്കണം. കിണർ കുത്താൻ പറ്റില്ല. ഇങ്ങോട്ട് വെറ്റാ സർക്കാർ കുറ്റി കുറ്റി അടിച്ചാൽ മതിയല്ലേ കാലത്ത്. അതിന് നമ്മൾ ഒന്നും പറഞ്ഞില്ല. ഈ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ, ഏത് നായിൻ്റെ മോനെ വെച്ചാൽ ഓനെ അടിച്ച് ആ കിണറ്റ് കിട്ടും. ഞാൻ വേറൊരു കാര്യം, ഞാനിത് സെൻസർ ചെയ്യുന്നില്ല കേട്ടോ. ഇതേപോലെ തന്നെ ഞാൻ ഇടുള്ളൂ. അത് എൻ്റെ അമ്മ കേട്ടോട്ടെ, ആര് കേട്ടാൽ അമ്മ കേട്ടാൽ പിന്നെ ആര് കേട്ടാൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഇത് ഇത് തൻ്റെ ഇത് രണ്ടാമത്തെ പ്രാവശ്യം ഇത് കാണുന്നു അല്ലേ ബാബു? അത് അതിനേക്കാളും വലിയ വലിപ്പമുള്ള സാധനം. എടുക്കുന്നത്
അത് പക്ക ഓർമ്മയുണ്ടോ? നാരായണ എല്ലാവരും വന്നിട്ട് അടിച്ച് പൊട്ടിച്ച് കമ്പിപ്പാലത്തിൻ്റെ അവിടെ നിന്ന്. ഇതൊന്നല്ല മീനെ കിട്ടിയൊന്നും നിങ്ങൾ കണ്ടില്ല. ആദ്യം ഈ മീനൊന്നും ആരും കിട്ടിയില്ല. അത് ഈ പാറയുടെ ഇടയിലായിരിക്കുന്നത്. പാറയുടെ ഇടയിലായിരിക്കുന്നത്. ഇവര് തണുപ്പെപ്പോഴും ഇല്ല സ്ഥലത്ത് ഉണ്ടാവും. അത് 2 തരം ഉണ്ട് ഈ സാധനം. മീസല്ല സാധനം മീൻ ഉണ്ടാവും. അത് മുഷി അത് തീട്ടം തിന്നും. അത് എനിക്കറിയാം. മുയ്യ് അപ്പൊ കാരി നല്ല തീട്ട തിന്നണ. പിന്നെ കടുവോ? പാരല് അല്ല കടുവോ? എല്ലാം തിന്നും. വെള്ളം ചൂടായാൽ മതി. ഈ കടുവിനാണ് കാരി എന്ന് പറയുന്നത് കോട്ടയത്ത്. കാരിലെ കക്കരിയാണോ? ഞാൻ കട്ടിങ് ബോർഡർ. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് കട്ട് ചെയ്യട്ടെ. ഇതൊന്ന് കട്ട് ചെയ്യട്ടെ.